കാസർഗോഡ് 17-കാരനെ 36-കാരി പീഡിപ്പിച്ചതായി പരാതി. 35-കാരിയായ യുവതി 17-കാരനെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിട്ടുള്ളത്. എന്നാൽ ഈ 17-കാരൻ നിലവിൽ ഒരു പോക്സോ കേസിൽ തന്നെ പ്രതിയായിരുന്നു. അതിന്റെ അന്വേഷണത്തിനിടയിലാണ് ഇത്തരത്തിൽ മറ്റൊരു വിവരം ലഭിക്കുന്നതും ഈ യുവതിക്കെതിരെ കേസെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഈ യുവതിയെ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് നടപടികളിലേക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. എന്തായാലും യുവതിയെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു പോക്സോ കേസിലുള്ള പ്രതി തന്നെയാണ് മറ്റൊരു പോക്സോ കേസിലെ ഇരയായത് എന്നതിന്റെ കൗതുകം കൂടി ഇവിടെയുണ്ട്. ചെറിയ കുട്ടികളെ പോലും വെറുതെ വിടാത്ത നീചയായ സ്ത്രീ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 36 വയസ്സുള്ള ഒരു പെണ്ണ്, ഒരു സ്ത്രീ 17 വയസ്സുള്ള ഒരു കുട്ടീനെ പീഡിപ്പിച്ചു. എന്നാൽ ഇന്ന് അവൻ നിലവിൽ മറ്റൊരു പോക്സോ കേസിൽ പ്രതിയുമാണ്. ചെറിയൊരു കുട്ടീനെ പോലും വെറുതെ വിടാത്ത ഈ സ്ത്രീയെ പിടിച്ച് തക്ക ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത്. ആദ്യം ഒരു മുളക് കഷായത്തിൻ്റെ പരിപാടി ആദ്യം കൊടുക്കണം, എന്നാലേ ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവുള്ളൂ. നോക്കിക്കോണം, ആ കുട്ടി മറ്റൊരു പോക്സോയിൽ പ്രതിയായി എന്ന് പറയുമ്പോൾ അമ്മയുടെ പ്രായമുള്ള ഒരു വ്യക്തിയിൽ നിന്നും കിട്ടിയ നീച അനുഭവം തെറ്റല്ല എന്നുള്ള ചിന്തയിൽ അവൻ മറ്റ് ഇടങ്ങളിലത് പ്രാവർത്തികമാക്കി. എന്ത് മോശമായ കാര്യം നോക്കണം. കൊച്ചു കുട്ടികളെ പോലും വെറുതെ വിടാത്ത പുരുഷന്മാരെക്കുറിച്ച് നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരമ്മയായ ഒരു വ്യക്തിക്ക് എങ്ങനെ ഇതിന് സാധിക്കുന്നു എന്നതാണ് ഇന്ന് വളരെ ദുഃഖിപ്പിക്കുന്ന കാര്യം. കാരണം മകനെ പോലെ കാണേണ്ട ഇടത്ത് മറ്റൊരു കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുമ്പോൾ എന്തുമാത്രം വൃത്തികെട്ട സ്വഭാവത്തിനുടമയെന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. ഇന്ന് ആണിനെ വിശ്വസിക്കാൻ പറ്റില്ല, പെണ്ണിനെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം മാതാപിതാക്കൾ എപ്പോഴും കുഞ്ഞുങ്ങളെ എന്ന് വേണ്ട കൗമാരക്കാരെ ഉൾപ്പെടെ വളരെയധികം ശ്രദ്ധിക്കുക. സ്വന്തം ഭർത്താവിനെയും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. കാരണം ആണെന്നല്ല പെണ്ണെന്നില്ല, ഇന്ന് എല്ലാം മൃഗത്തിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവ രീതിയിലേക്ക് മാറി എന്നതാണ് വാസ്തവം. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ഈ വാർത്തയുടെ ഒരു വിശദാംശം കേട്ടപ്പോൾ നമ്മുടെ കേരളത്തിലാണിത് സംഭവിച്ചു എന്നതാണ് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യം. വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. മനുഷ്യൻ്റെ മനസ്സെല്ലാം ഭ്രാന്തമായ മനസ്സായി മാറി എന്നത് ഓരോ കുടുംബത്തിലുള്ള വ്യക്തികളും മനസ്സിലാക്കുക. പെൺമക്കളെയും വളരെയധികം സൂക്ഷിക്കുക. കാരണം വലവിരിച്ച് കാത്തിരിക്കുന്ന കഴുകൻ കണ്ണുകൾ സ്ത്രീയിലുമുണ്ടെന്നത് മറക്കാതിരിക്കുക.